ഇന്ന് നമുക്ക് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളാണ്. അടുക്കളയിൽ കിച്ചണിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിത് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് പറയുക തന്നെ വേണം കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ചലഞ്ച് ഞാനിത് കൊടുത്തിരിക്കാം, നിങ്ങൾ കേൾക്കുക, പഠിക്കുക. അപ്പൊ നമ്മൾ പറയും, ആ ഉപ്പൊന്ന് എനിക്ക് എടുത്തു തരാമോ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ ഉപ്പൊന്ന് എടുത്തു തരാമോ? എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് പാസ് ദ സാൾട്ട്? അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? കുഡ് യു പ്ലീസ് പാസ് ദ സാൾട്ട്. അപ്പൊ എനിക്കൊന്ന് എടുത്തു തരുമോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കാം? കുഡ് യു പ്ലീസ് പാസ് മീ ദ സാൾട്ട്? പാസ് മീ ദ സാൾട്ട്. കുഡ് യു പ്ലീസ് പാസ് മീ ദ സാൾട്ട്? കുഡ് യു പ്ലീസ് പാസ് മീ ദ സാൾട്ട്? എനിക്ക് ആ ഉപ്പൊന്ന് എടുത്തു തരുമോ? അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് പാസ് ദ സാൾട്ട്? ആ സാൾട്ട് ഉപ്പൊന്ന് എടുത്തു തരുമോ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പുമ്പോൾ നമ്മൾ ചോദിക്കും, പ്ലേറ്റ്സ് എവിടെയാണെന്ന് ചോദിക്കും അല്ലെ? പാത്രം എവിടെ ഇരിക്കണേ നമ്മൾ ചോദിക്കും. അതെങ്ങനെ ചോദിക്കാം? നമ്മളൊക്കെ ചോദിക്കും, വേർ ഈസ് ദ പ്ലേറ്റ് എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ്? ഒരു പ്ലേറ്റ് അല്ലല്ലോ, പ്ലേറ്റുകൾ നമുക്ക് എടുക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കുക? വെയർ ആർ ദ പ്ലേറ്റ്സ്? വെയർ ആർ ദ പ്ലേറ്റ്സ്? എവിടെയാണ് പ്ലേറ്റ്? നമ്മൾ എടുക്കാൻ വേണ്ടി ചോദിക്കുക, വെയർ ആർ ദ പ്ലേറ്റ്സ്. ഇനി പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും, നമുക്ക് ടേബിൾ വൃത്തിയാക്കാം എന്ന് പറയും. അതെങ്ങനെയാ പറയുക? ലെറ്റ്സ് സെറ്റ് ദ ടേബിൾ. ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം. ലെറ്റ്സ് സെറ്റ് ദ ടേബിൾ. ലെറ്റ്സ് സെറ്റ് ദ ടേബിൾ. സെറ്റ് ദ ടേബിൾ. ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് പറയും. എങ്ങനെ പറയാ? ലെറ്റ്സ് സെറ്റ് ദ ടേബിൾ. ഇത് നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ നല്ലൊരു മണമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ദ ഫുഡ് സ്മെൽസ് ഡെലീഷ്യസ്. നല്ല മണം വരുന്നുണ്ട്. ദ ഫുഡ് സ്മെൽസ് ഡെലീഷ്യസ്. നല്ല മണമുണ്ട്. എന്നെങ്ങനെ പറയാം? ഭക്ഷണത്തിന് നല്ല മണമുണ്ട്. ദ ഫുഡ് സ്മെൽസ് ഡെലീഷ്യസ് എന്ന് പറയും നമ്മൾ അല്ലെ? ഇനി നമ്മൾ ചോദിക്കും, എന്നെ ഒന്ന് പച്ചക്കറി അരിയാൻ സഹായിക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുക, ക്യാൻ യു ഹെൽപ്പ് മീ ചോപ്പ് ദ വെജിറ്റബിൾസ്? എന്നെ ഒന്ന് സഹായിക്കാമോ വെജിറ്റബിൾ ഒന്ന് ചോപ്പ് ചെയ്യാനേ, പച്ചക്കറി ഒന്ന് അരിയാനേ? എങ്ങനെ പറയാ? ക്യാൻ യു ഹെൽപ്പ് മീ ചോപ്പ് ദ വെജിറ്റബിൾസ്? ഹെൽപ്പ് മീ ചോപ്പ് ദ വെജിറ്റബിൾസ്. എന്നെ സഹായിക്കാമോ പച്ചക്കറികൾ അരിയാൻ വേണ്ടിയിട്ട്? പിന്നെ നമ്മൾ പറയും, വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, ഈസ് ദ വാട്ടർ ബോയിലിംഗ്? വെള്ളം തിളയ്ക്കുകയാണ്. വെള്ളം തിളയ്ക്കുകയാണോ എന്ന് ചോദ്യമായിട്ടാണ് നമുക്ക് ചോദിക്കണം അല്ലെ? വെള്ളം തിളയ്ക്കുകയാണോ? ഈസ് ദ വാട്ടർ ബോയിലിംഗ്? ഈസ് ദ വാട്ടർ ബോയിലിംഗ്? വെള്ളം തിളയ്ക്കുവാണോ? ഇനി നമ്മൾ പറയും, സ്റ്റൗ ഓഫ് ചെയ്യാൻ മറക്കല്ലേ, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കല്ലേ എന്ന് നമ്മൾ പറയും. അതെങ്ങനെ പറയാ? Don't forget to turn off the stove. Don't forget to turn off the stove. സ്റ്റൗ ഓഫ് ചെയ്യാൻ, ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത് എന്ന് നമ്മൾ എപ്പോഴും പറയും. നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളൂ. എങ്ങനെയാണ്? Don't forget, മറക്കരുത്. എന്താണ് മറക്കരുതാത്തത്? To turn off the stove. Don't forget to turn off the stove. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വേണോ നമ്മൾ ചോദിക്കും. അപ്പൊ അതെങ്ങനെ ചോദിക്കുക? Would you like some more? Would you like some more? കുറച്ചും കൂടി കൂടുതൽ വേണോ? Would you like some more? Would you like some more? കുറച്ചുകൂടി വേണോ? Some more? Would you like some more? Dinner is ready. Dinner is ready. അത്താഴം ready. Dinner is ready. Dinner is ready. Lunch is ready. Dinner is ready. അത്താഴം റെഡി ആണെന്ന് നമ്മൾ പറയണത്. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, ഇതൊക്കെ നല്ല രുചിയുള്ള ഭക്ഷണമാണ്. അതെങ്ങനെ പറയാ? ദീസ് ഡിഷസ് ആർ ഡെലീഷ്യസ്. കുറേ ഉണ്ട് നമ്മുടെ ടേബിളിൽ. അപ്പം നമ്മൾ പറയും, ദീസ് ഡിഷസ് ആർ ഡെലീഷ്യസ്. രുചികരമാണ്. ദീസ് ഡിഷസ് ആർ ഡെലീഷ്യസ്. എങ്ങനെ പറയാ? ദീസ് ഡിഷസ് ആർ ഡെലീഷ്യസ്. ലെറ്റ്സ് ക്ലീൻ അപ്പ് ദ കിച്ചൺ. കിച്ചൺ നമുക്ക് വൃത്തിയാക്കാം. ലെറ്റ്സ് ക്ലീൻ അപ്പ് ദ കിച്ചൺ. കിച്ചൺ നമുക്ക് വൃത്തിയാക്കാം. എങ്ങനെ പറയാ? ദ കിച്ചൺ. ലെറ്റ്സ് ക്ലീൻ അപ്പ് ദ കിച്ചൺ. കിച്ചൺ നമുക്ക് വൃത്തിയാക്കാൻ എങ്ങനെ പറയുക? ലെറ്റ്സ് ക്ലീൻ അപ്പ് ദ കിച്ചൺ. കിച്ചൺ നമുക്ക് വൃത്തിയാക്കാം. ദിസ് റെസിപ്പി ഈസ് ഈസി ടു ഫോളോ. ചിലവരുടെ, നമ്മൾ യൂട്യൂബിലൊക്കെ ഒത്തിരി പേര് ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് റെസിപ്പി ഈസ് ഈസി ടു ഫോളോ. ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. ഇതനുസരിച്ച് ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. എങ്ങനെ പറയാ? ദിസ് റെസിപ്പി ഈസ് ഈസി ടു ഫോളോ. എങ്ങനെയാ? ദിസ് റെസിപ്പി ഈസ് ഈസി ടു ഫോളോ. ഇത് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചേറ്റിട്ട് ഏൽക്കുമ്പോൾ നമ്മൾ പറയും, എല്ലാം നന്നായിട്ടുണ്ട് അല്ലേ? ഭക്ഷണം എല്ലാം നല്ല ടേസ്റ്റാണ്, എല്ലാം നന്നായിട്ടുണ്ട്. എങ്ങനെ പറയുക?
എവറിത്തിങ് ടേസ്റ്റ് ഗ്രേറ്റ്. എവറിത്തിങ് ടേസ്റ്റ് ഗ്രേറ്റ്. വളരെ നന്നായിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ലതാണ്. എവറിത്തിങ് ടേസ്റ്റ് ഗ്രേറ്റ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണം കാണും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഡിഷ് ഈസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഡിഷ് ഈസ് മൈ ഫേവറേറ്റ്. എങ്ങനെ പറയാ? ഫേവറേറ്റ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? മേ ഐ ഹാവ് സം വാട്ടർ പ്ലീസ്. മേ ഐ ഹാവ് സം വാട്ടർ പ്ലീസ്. ഇവിടെ നമുക്ക് മേയോ ക്യാനോ കൂട്ടോ ഇതൊക്കെ നമ്മൾ ഓക്സിലറി സെക്ഷനിൽ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി അവിടെ പ്രശ്നം വരില്ല. മേ ഐ ഹാവ് സം വാട്ടർ പ്ലീസ്. നമുക്ക് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചേക്കുമ്പോൾ നമുക്ക് പറയണ്ടേ നല്ല ഭക്ഷണമൊക്കെ തന്നതിന് നന്ദി എന്ന് നമ്മൾ പറയല്ലേ? എല്ലാം നന്നായിട്ടുണ്ട്, ഭക്ഷണം തന്നതിന് നന്ദി. അതെങ്ങനെയാണ് നമ്മൾ പറയുക? താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മീൽ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മീൽ. നല്ല ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചതിന് താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മീൽ. എങ്ങനെ പറയാ? വണ്ടർഫുൾ മീൽ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് സെന്റൻസുകളാണ്, ചെറിയ ചെറിയ കുഞ്ഞു 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 കുട്ടി കുട്ടി സെന്റൻസുകളാണ് എന്ന് നമ്മൾ നോക്കിയത് അല്ലെ? അപ്പൊ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സെന്റൻസുകൾ തന്നെയാണ്. പക്ഷെ എന്താണ് പറയേണ്ട സമയത്ത് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഗെയിൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വീണ്ടും വീണ്ടും പറയണം. അപ്പൊ നമ്മുടെ അത് നന്നായിട്ട് മനസ്സിലങ്ങോട്ട് പതിഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ചിട്ട് ഇനി സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്പീക്കിംഗ് ക്ലാസ് ഉണ്ട്. എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ മാതാപിതാക്കൾ മറന്നു പോകല്, നമ്മൾ മാർച്ച് 1-ാം തീയതി മുതൽ CBSE ഈ അധ്യയന വർഷത്തിൽ 10ലോട്ട് കയറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഒട്ടും വൈകരുത്. മാതാപിതാക്കൾക്ക് നമ്പർ തന്നിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.